നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ബോൺലെസ് ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചിക്കൻ വാങ്ങിക്കണ മാതിരി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മുറിച്ച് മാറ്റി വെച്ചാൽ മതി. ബാക്കി എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 ചെറിയ ഉള്ളി, ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് പെരട്ടി വെച്ചതാണ്. ഇത് 1 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ അമർത്തിക്കോളൂ, ഓൺ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തിക്കെടുത്തോളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളും പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് പകുതി വറുത്തെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് വറുക്കാൻ വയ്ക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിക്കനിൽ വെള്ളം ഇറങ്ങും. ഈ ചിക്കൻ വറുക്കാൻ വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അമർത്തി നോക്കുമ്പോൾ ഇത് അറിയാം പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇപ്പോൾ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഹാഫ് കുക്കായി ആയിട്ടുള്ളൂ. ഇനി ഇത് മസാലയിലിട്ടിട്ട് നമ്മൾ ഒന്നും കൂടി വേവിച്ചെടുക്കും. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കരയാമ്പൂവ്, 1 കഷ്ണം തക്കോലം, 1 കഷ്ണം പട്ട, 1 ചെറിയ കഷ്ണം ജാതിപത്രി, 1 ഏലക്ക, 1 നുള്ള സാജീരകം, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് മാറ്റി ബാക്കിയുള്ള എണ്ണയിലേക്ക് മസാലകൾ എടുത്തു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല മൂത്ത മണം വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയുടെയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ വഴറ്റി കൊടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനൊന്നും കൂടി പറയുകയാണ്. ഇപ്പോൾ ഇന്ന് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പണിയുള്ള സമയമാണ്. ജോലി ചെയ്യാനിരിക്കുന്ന സമയത്ത് കുട്ടി എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും ഇപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്തൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ല സവാള മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും കൂടിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല സ്വാദാണ് ഈ ഒരു ഡിഷിന്. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി സവോളയിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഒന്ന് കയ്യിലിട്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സവോളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ കീബോർഡിൻ്റെ ശബ്ദം കേൾക്കാനില്ലേ? എൻ്റെ പേരക്കുട്ടി കീബോർഡ് പ്രാക്ടീസ് ചെയ്യണതാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറച്ച് സമയം ഇരുന്നോളും. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇത്രയും മൂത്തിട്ടുണ്ട്. ഇത് നല്ലോണം മൊരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിൻ്റെ ആവശ്യത്തിനുള്ളത് ഇടാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികൾ ചേർക്കണ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലക്കൂട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 പിടി തേങ്ങയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനിയിപ്പോൾ തേങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ഈ തേങ്ങ മസാലയിലും ചിക്കൻ്റെ ഒക്കെ കൂടെ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണത് കഴിക്കാൻ. ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ നാളികേരക്കൊത്ത് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഈ മസാലയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇതിപ്പോൾ ഉണ്ട്, ചിക്കൻ ചേർക്കുമ്പോൾ അതിൽ വെള്ളമുണ്ട് കുറച്ച്. ഇത് നമ്മൾ പകുതി മാത്രമേ വറുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഊറി വന്നിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഈ ചിക്കനും മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് കഷ്ണത്തിനൊപ്പം തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുഴഞ്ഞിരിക്കണ പാകത്തിൽ കിട്ടും. അല്ല ഇനി ഇത് ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് നേരം ഇത് തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ മല്ലി പാവിയിട്ട് മുളപ്പിച്ച് എടുത്തിട്ടുള്ള മല്ലിയിലയാണ്. അപ്പോൾ ഈ ചിക്കൻ ഒരു 3 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു, വെള്ളം ഒട്ടുമില്ല, വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇങ്ങനെ കയ്യിലിട്ട് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉലുവേല ഉണങ്ങിയതാണ്. ഇത് നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ. ഇത് ഈ ഉലുവേല ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു മണമാണ് ഈ ചിക്കൻ പെരട്ടിന്. ഇനി കരിവേപ്പിൻ്റെ ഇല ഇതേപോലെ കയ്യിലിട്ട് ഞെരടിയതിന് ശേഷം അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓണല്ല കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. ഈ ചിക്കനൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അമ്മ എപ്പോഴും പറയും, എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ പാത്രത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം. പാത്രപാകം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ബോൺലെസ് ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പുതിനയുടെ തല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുള്ള പുതിനയിൽ നിന്ന് പറിച്ചെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മല്ലിയിലയുടെ മണമുള്ള ഇലയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരാൾ തന്നപ്പോൾ അത് വളർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനലുണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.